എല്ലാവർക്കും നമസ്കാരം. ഈ ക്രിസ്ത്യൻസിൻ്റെ കത്തോലിക്ക സഭയുടെ ഒരു പ്രമാണമുണ്ട്. അതിനകത്ത് ഒരെണ്ണം പറഞ്ഞു വെച്ചേക്കുന്നതാണ്, ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം. അപ്പോൾ അതൊരു നല്ല കാര്യമാണ് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ട ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ സൺഡേ നടന്നത്. അതായത് നമ്മൾക്ക് ഒരു ഞെട്ടിക്കുന്ന ന്യൂസ് കേട്ടു. സുന്ദരിയായ ഒരു ഡോക്ടർ ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയും അതിൻ്റെ പക വീട്ടുവാൻ വേണ്ടി ഒരു എയർ ഗണ്ണും പിടിച്ചുകൊണ്ട് തൻ്റെ കാമുകൻ്റെ ഭാര്യയെ വധിക്കണം എന്ന ആലോചനയോടുകൂടെ അവരുടെ വീടിൻ്റെ അവിടെ ചെല്ലുകയും ആ സ്ത്രീക്കെതിരെ, തൻ്റെ കാമുകൻ്റെ ഭാര്യയ്ക്കെതിരെ എയർ ഗൺ പ്രയോഗിക്കുകയും ഷൂട്ട് ചെയ്യുകയും അവർക്ക് പരിക്ക് പറ്റിയതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിനകത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ സ്ത്രീ, അതായത് ആ ഡോക്ടർ, ഈ ഷൂട്ട് ചെയ്ത എയർ ഗൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത സ്ത്രീ ക്രിസ്ത്യാനിയാണ്. ഞായറാഴ്ച രാവിലെയാണ്. അപ്പം നമ്മൾക്കറിയാം, ഞായറാഴ്ച രാവിലെ എല്ലാ ക്രിസ്ത്യാനികളും, ഞാൻ വലിയ അതിഭക്തയൊന്നുമല്ല, ഞാനൊരു സാധാ ക്രിസ്ത്യാനിയാണ്. എന്ന് വെച്ചാൽ ഒരു സാധാരണ വിശ്വാസി, സാധാരണ ക്രിസ്ത്യാനി. ഓക്കെ, ഞാൻ വലിയ അതിവിശുദ്ധയോ അതിഭക്തയോ ഒന്നുമല്ല, ഞാനൊരു സാധാ വിശ്വാസി, അത്രയേ ഉള്ളൂ, ഞാൻ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഞായറാഴ്ച എന്ന് കേട്ടാൽ ഉടനെ പള്ളിയിൽ പോകണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. അതുപോലെയാണ് എല്ലാ സാധാരണ വിശ്വാസികളടക്കം എല്ലാവരും ഈ സൺഡേ, ഞായറാഴ്ച എന്ന് വെച്ചാൽ പള്ളിയിൽ പോകും. അത് ഏത് ക്രിസ്ത്യൻസിൻ്റെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഞായറാഴ്ച പള്ളിയിൽ പോകും. അപ്പോൾ എന്തുകൊണ്ടോ ഈ പുള്ളിക്കാരത്തിക്ക് പോകാൻ പറ്റിയില്ല. കാരണം ഈ പുള്ളിക്കാരത്തി ദൈവത്തെ കഴിഞ്ഞും, എന്താ പറയുക, മറ്റെന്തിനെ കഴിഞ്ഞും ഈ പുള്ളിക്കാരത്തി ആ ഒരു പ്രണയത്തിൽ അന്ധയായിത്തീർന്നു. അതുകൊണ്ടാണ് പള്ളി പോലും ഉപേക്ഷിച്ചിട്ട് ഈ സ്ത്രീ അങ്ങനെയൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു ക്രൈം ചെയ്യാനായിട്ട് പോയത്. ഒരുപക്ഷെ ഇവർ പള്ളിയിൽ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവർക്ക് അവിടെ ആ നടത്തുന്ന, എന്താ പറയുക, ആ ഒരു സ്പീച്ച്, മോട്ടിവേഷണൽ സ്പീച്ച്, ആത്മീയമായ ഒരു പ്രഭാഷണമൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇവർക്കൊരു മാനസാന്തരം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അവരതിന് പോയില്ല, അവരിതിന് പോയി. ഇതിന് പോയത് കൊണ്ട് ഇവരെന്ത് പറ്റി? ഇവരുടെ കുടുംബം തകർന്നു, ഇവരുടെ ജീവിതം പോയി, ഇവരുടെ കുടുംബം തകർന്നു. രണ്ട് കുടുംബം, ഇവരുടെ പേരൻസ് ഉൾപ്പെടുന്ന ഇവരുടെ കുടുംബം, ഇവരുടെ ഭർത്താവും ആ കുടുംബവും, അങ്ങനെ രണ്ട് കുടുംബം തകർന്നു. അതുപോലെ ആ ഡോക്ടറായ, അതായത് കാമുകനായ ഡോക്ടറുടെ കുടുംബവും തകർന്നു. ഇങ്ങനെ ഒരു 3 കുടുംബത്തിൻ്റെ തകർച്ചയാണ് നമ്മളിവിടെ കണ്ടത്, ഈ ഒരു സ്ത്രീയിലൂടെ അവിടെ നടന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സ്ത്രീനെ മാത്രം കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. കാരണം പുള്ളിയും, അതായത് ഈ കാമുകനായ ഡോക്ടറും ഒട്ടും കുറവല്ല. കാരണം അയാൾക്കൊരു കുടുംബം ഉണ്ടായിട്ടും അയാൾ മറ്റൊരു അവിഹിത ബന്ധത്തിൽ വന്ന് ചാടി. എന്നിട്ട് ആ സ്ത്രീയെ നല്ല ഒന്നാന്തരമായിട്ട് യൂസ് ചെയ്തു, യൂസ് ആൻഡ് ത്രോ. അവരെ 2 വർഷം ഉപയോഗിച്ചിട്ട് ഇയാൾ വലിച്ചെറിഞ്ഞിട്ട് ഇയാൾ തടിതപ്പിപ്പോയി. അപ്പം ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഷോക്കിൽ നിന്ന് അവർക്ക് മോചിതയാകുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ അതിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റ് അയാൾക്ക് കൊടുത്തു. അതാണിപ്പം ഇതിനകത്തെ പറ്റിയത്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഏറ്റില്ല, പകരം ഈ പുള്ളിക്കാരത്തിയുടെ ലൈഫാണ് പോയത്. അപ്പോൾ ഇപ്പം ആ കാമുകനെതിരെയും കേസ് എടുത്തിരിക്കുന്നു എന്നാണ് കേട്ടത്. കാരണം ഈ പുള്ളിക്കാരത്തിയെ ദുരുപയോഗം ചെയ്തു. അത് നമ്മൾക്ക് പകൽ പോലെ വ്യക്തമാണ്. കാരണം ചുമ്മാ ഒരാളെ ആക്രമിക്കാൻ ചെല്ലത്തില്ല. കാരണം ഇയാൾ 2 വർഷം ഈ പുള്ളിക്കാരത്തിനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് വലിച്ചെറിഞ്ഞത്. വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് ഈ പുള്ളിക്കാരത്തിക്കുണ്ടായ ഒരു, എന്താ പറയുക, ഒരു പ്രശ്നം, അതാണ് അവരവിടെ ചെയ്തത്. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രണയം എന്ന് പറയുന്ന ഒരു സംഭവം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാകത്തില്ല, കണ്ണ് കാണത്തില്ല, പിന്നെ ഒരു കുടുംബവുമല്ലോ ഒന്നും നോക്കത്തില്ല, സ്വന്തം ജീവിതം പോലും നോക്കത്തില്ല. കാരണം ഈ പെണ്ണ് ചെന്ന് പെട്ടത് ഒരു ഫ്രോഡിൻ്റെ കയ്യിലായിരുന്നു. അവനെ ഒരു ഫ്രോഡെന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം കുടുംബം ഉണ്ടായിട്ട് അവൻ ഈ പെണ്ണിൻ്റെ ജീവിതം വെച്ചിട്ട് കളിച്ചു. ഈ പെണ്ണിന് കുടുംബം ഉണ്ടായിട്ട് അവളത് ആലോചിക്കാതെ ഈ ഫ്രോഡിൻ്റെ വലയിൽ പോയി വീഴുകയും ചെയ്തു. അതാണ് ഇവിടെ രണ്ടുപേരും അതിനകത്ത് ഈക്വലായിട്ട് തെറ്റുകാരാണ്. പെണ്ണിനെ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല. അവൾ അതിനൊരു പ്രതികാര നടപടി സ്വീകരിച്ചു, അവൻ ഈസി ആയിട്ട് മുങ്ങി. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും ഇതിനകത്ത് കുറ്റക്കാർ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് തരുന്ന പാഠം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ സമൂഹത്തിന് ലഭിക്കുന്ന പാഠം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഈ അവിഹിത ബന്ധങ്ങളൊക്കെ ഒരിക്കലും നല്ലതല്ല. അതൊരിക്കലും, എന്താ പറയുക, ഒരാളെ സേഫായിട്ട് കൊണ്ടുപോകത്തില്ല. ഒരാളുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കി കയ്യിൽ തരത്തേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് വാസ്തവമായ കാര്യം. ഇനി അതല്ല, ആ പെണ്ണിനും ഈ ചെറുക്കനും പരസ്പരം ഇഷ്ടമായിരുന്നുവെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ ഇവരുടെ ആദ്യം ഉണ്ടായിരുന്ന അവരുടെ ഒരു കുടുംബം, അതായത് ഈ കാമുകന് ഒരു വൈഫുണ്ടായിരുന്നു, ഈ പെണ്ണിന് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. ഇവർക്ക് ഡിവോഴ്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പോയിരുന്നുവെങ്കിൽ 2 കുടുംബങ്ങൾക്കും ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാകത്തുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർക്ക് ആർക്കും മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പം നമ്മൾക്കൊക്കെ ഇതിനകത്ത് നിന്ന് കിട്ടുന്ന പാഠം എന്താണെന്ന് വെച്ചാൽ, അറിഞ്ഞോ അറിയാതെ പോലും ഇങ്ങനത്തെ കെണികളിലൊന്നും ചെന്ന് ചാടരുത് എന്നുള്ളൊരു വലിയ പാഠമാണ് നമ്മൾക്കൊക്കെ ലഭിക്കുന്നത് ഇതിനകത്തുനിന്ന്. കാരണം ഇതൊക്കെ
വ്യക്തികളുടെ കുടുംബത്തെയും കുടുംബജീവിതത്തെയും നമ്മളുടെ ജീവിതത്തെയും ഒക്കെ തന്നെ ഇത് തകർത്ത് കളയത്തുള്ളൂ. അപ്പം എങ്ങനെയെങ്കിലും ഇങ്ങനെയുള്ള കുഴികളിലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനകത്ത് നിന്ന് ഊരി രക്ഷപ്പെട്ടുകൊള്ളണം എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഇതിനകത്തുനിന്ന് നമ്മൾക്ക് ലഭിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ക്രിസ്ത്യാനികളായിട്ടുള്ളവരും എല്ലാ മതക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെയാണ് നമ്മൾ ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം ഓവർ ഭക്തി വേണമെന്നൊന്നുമല്ല ഞാൻ പറയണത്. ഇപ്പോൾ ആ പെണ്ണുമ്പിള്ള രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു സംഭവം അന്ന് ഉണ്ടാകത്തുണ്ടായിരുന്നില്ല. അവൾക്ക് കുറച്ചും കൂടി അതിനൊക്കെ ഓവർകം ചെയ്യാൻ കഴിയുമായിരുന്നു. പകരം ഈ പെണ്ണ് ആത്മീയമൊക്കെ വിട്ട് ഈ കാമുകൻ്റെ ഇതിനകത്തോട്ട് തന്നെ അങ്ങ് തലതല്ലി വീണു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് തന്നെ അതിനകത്തുനിന്ന് കയറുവാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അവൻ കൈയൊഴുകി എഴുന്നേറ്റ് പോയി, എന്നാൽ ഇവൾക്ക് അതിനകത്തുനിന്ന് കയറുവാൻ പറ്റാത്തൊരവസ്ഥ വന്നു. നമ്മൾക്കറിയാം എന്ത് സുന്ദരിയായ സ്ത്രീയാണ് അവരല്ലേ, നല്ല സുന്ദരിയായ ഒരു പെണ്ണ്, അതും ഇത്രയും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ. അവരുടെ ലൈഫ് അവർ കൊണ്ട് കുളമാക്കി കളഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലോട്ടൊക്കെ വീഴാതിരിക്കാൻ എപ്പോഴും എല്ലാവരും മതത്തെ എതിർക്കും, എന്നാൽ അങ്ങനെയല്ല. ഈ ഭക്തി നമ്മൾക്ക് ഗുണം ചെയ്യും എന്നുള്ളത് ഒരിക്കൽ കൂടെ ഞാൻ ഊന്നി പറയുകയാണ്. കാരണം നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ വീണു പോകുന്ന കുഴികളൊക്കെ ഉണ്ടാകും. ചില കെണികളിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ സ്വയം വിചാരിച്ചാൽ ഇതിനകത്തുനിന്ന് ഊരിപ്പോരാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ ഊരിപ്പോരാൻ നമ്മളെ സഹായിക്കും ഈ ആത്മീയമോ നമ്മളെ സഹായിക്കും, ഈ ആത്മീയ പ്രഭാഷണങ്ങൾ നമ്മളെ സഹായിക്കും. അത് ഹിന്ദുവിനാകട്ടെ, ക്രിസ്ത്യനാകട്ടെ, മുസ്ലിമിനാകട്ടെ, എല്ലാവർക്കും അത് സഹായിക്കും. ആരും ഈ അവിഹിതത്തെ ഒരിക്കലും ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അവിടുന്ന് ഇതിനുള്ളൊരു ഒരു മറുമരുന്ന് നമ്മൾക്ക് കിട്ടും, ഒരു ആത്മീയമായ ഒരു പ്രചോദനം നമ്മൾക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്തുനിന്ന് കയറുവാൻ നമ്മൾക്ക് കഴിയുകയും ചെയ്യും. അതായത് എല്ലാവർക്കും കഴിയുകയും ചെയ്യും. അതിനാണ് എപ്പോഴും നമ്മൾ എന്താ പറയുക, ആരാധനാലയങ്ങളെ സന്ദർശിക്കണം എന്ന് പറയുന്നത്. കുറേ ആൾക്കാർ അതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കും. പക്ഷേ നമ്മളുടെ മൈൻഡിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിൽക്കത്തുമില്ല. അതുകൊണ്ട് നമ്മൾക്ക് ആത്മീയം വേണം. ആത്മീയം നമ്മളെ പലപ്പോഴും നമ്മൾ ചെന്ന് ചാടുന്ന ഈ കുഴികളിൽ നിന്ന് ചിലപ്പോൾ നമ്മളെ മിക്കപ്പോഴും കയറ്റുവാൻ ഈ ആത്മീയം അല്ലെങ്കിൽ ആത്മീയ പ്രഭാഷണങ്ങൾ നമ്മളെ സഹായിക്കും, ദൈവം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം ആ പെണ്ണിന് പറ്റിയത് അതാണ്. ആ പെണ്ണിന് ഞായറാഴ്ച പള്ളിയിൽ പോയായിരുന്നെങ്കിൽ രണ്ട് കുടുംബങ്ങളും തകരാതെ നിൽക്കുമായിരുന്നു. എന്തായാലും പറ്റിപ്പോയ കെണിയിൽ നിന്ന് ഊരി സ്വന്തം ജീവിതവും കുടുംബവും നോക്കി. കാരണം എപ്പോഴും സ്വന്തം കുടുംബം മാത്രമേ കൂട്ടത്തിലുണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവും കുട്ടികളുമൊക്കെ കൂട്ടത്തിലുണ്ടാകത്തുള്ളൂ. വേറെ ആരും പുറത്തുനിന്ന് കാണുന്ന ഒരുത്തൻ ഉണ്ടാകത്തില്ല എന്ന് ഏതൊരു സ്ത്രീക്കും അല്ലെങ്കിൽ ഏതൊരു പുരുഷനും ഇതൊരു പാഠം തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് പറയുന്നത് ആത്മീയം ഉപകരിക്കുമെന്ന് പറയുന്നത്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.